ഹലോ, ഞാൻ സിനി ഡൊമിനിക് ഫ്രം ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ. 2018 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്, പ്രളയം. കേരള ജനതയുടെ ആ കെട്ടുറപ്പും സ്നേഹവും ഐക്യവുമെല്ലാം ഈ ലോകം മുഴുവനും കണ്ടറിഞ്ഞ ഒരവസരമായിരുന്നു അത്. രക്ഷാപ്രവർത്തകർ ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ഇതുപോലെ ഒരു പ്രളയം ഒരു കൊച്ചു ടൗണിലുണ്ടായി. രക്ഷാപ്രവർത്തകർ ജീപ്പുമായിട്ട് കടന്നു വന്നു. ഒരു വ്യക്തി പറഞ്ഞു, ഇല്ല, എന്നെ ദൈവം രക്ഷപ്പെടുത്തും, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ. അവർ തിരിച്ചുപോയി. ആ വ്യക്തി വീണ്ടും സെക്കൻഡ് സ്റ്റോറിയിലേക്ക് കടന്നു വന്നു. വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. രക്ഷാപ്രവർത്തകർ ബോട്ടുമായിട്ട് കടന്നു വന്നു. ആ വ്യക്തി പറഞ്ഞു, ഇല്ല, എന്നെ ദൈവം രക്ഷപ്പെടുത്തും. അവർ തിരിച്ചുപോയി. വെള്ളം വീണ്ടും ഉയർന്നു. ടെറസിന് മുകളിലേക്ക് കയറി നിന്ന ആ വ്യക്തി രക്ഷപ്പെടുത്തുവാനായിട്ട് രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററുമായിട്ട് വന്നു. ഇല്ല, എന്നെ ദൈവം രക്ഷപ്പെടുത്തും. ഒരുപാട് നിർബന്ധിച്ചു, എങ്കിൽ പോലും ഇല്ല, എന്നെ ദൈവം രക്ഷപ്പെടുത്തും എന്ന വാശിയോട് കൂടിയിട്ട് ആ വ്യക്തി അവിടെ നിന്നു. ആ വ്യക്തി മരിച്ചു. ദൈവത്തിന്റെ അടുത്തെത്തി ഒത്തിരി കംപ്ലൈന്റ് പറഞ്ഞു. എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തതാണ്, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയില്ല? ദൈവം ചോദിച്ചു, ജീപ്പുമായിട്ട്, ബോട്ടുമായിട്ട്, ഹെലികോപ്റ്ററുമായിട്ട് നിന്റെ അടുക്കിലേക്ക് ആളെ അയച്ചത് ഞാനായിരുന്നു. നീ അവരെ ശ്രവിച്ചില്ല. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്യാരക്ടറിലോ നമ്മുടെ സ്റ്റഡീസിലോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലോ ഒക്കെ എന്തെങ്കിലും ഒരു സ്ലിപ്പിംഗ് കണ്ടു കഴിഞ്ഞാലേ നെയ്ബേഴ്സായിട്ടോ ഫ്രണ്ട്സായിട്ടോ റിലേറ്റീവ്സായിട്ടോ പാരൻസോ ടീച്ചേഴ്സോ സിബ്ലിങ്സോ ഒക്കെ ആയിട്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആ ശബ്ദത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ ചെന്നുപെടുന്നതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശബ്ദമായിരിക്കും അത്. എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസ്, നിങ്ങളോട് ഞാൻ പറയാണ്, ഏതെങ്കിലും തരത്തിൽ സോഷ്യലായിട്ടോ ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ റിലേഷൻഷിപ്പിലോ സ്റ്റഡീസിലോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരുപാട് വറീസിലോ ഓവർ തിങ്കിങ്ങിലോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുമായിട്ട് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തനിയെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഏഞ്ചലിക് മൈൻഡ് നിങ്ങളെ സഹായിക്കാനുണ്ട്. ഏഞ്ചലിക് മൈൻഡ് നിങ്ങളോടൊപ്പം.